ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അമൃതം പൊടിയും വാൽനട്ടും വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വാൽനട്ട് ഒന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്ത് വരുന്നതോട് കൂടി തന്നെ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയി വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ബീറ്റർ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 4-5 സെക്കൻഡ് മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് ബീറ്റർ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇട്ട് കുത്തിയിളക്കാനായിട്ട് പാടില്ല, ഒരുപാട് നേരം ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ആകെ ഇത് താന്നു പോകും, കേക്ക് ശരിക്കും പെർഫെക്റ്റായി വരില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് 4-5 സെക്കൻഡ് ഒന്ന് ബീറ്റർ കൊണ്ട് ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ സൈഡിലും നടുക്കിലെല്ലാം ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് വാൽനട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ പാത്രം നമ്മളൊരു 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനത്തെ റിങ് ഇറക്കി വെച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും കേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം കേക്ക് കറക്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അമൃതം പൊടി വാൽനട്ട് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.